സാർ, ഈ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്കെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് മാതാപിതാക്കളുടെ മുന്നിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവേ അദ്ദേഹത്തെ ഷർട്ട് പോലും ഇടിയിക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹം പോലീസ് ജീപ്പിൽ നിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് പിണറായി വിജയനും മകൾക്കുമെതിരെ നിരന്തരം വാർത്ത കൊടുക്കുന്നതിൻ്റെ പേരിലാണ് തന്നെ ഇങ്ങനെ നിരന്തരം വേട്ടയാടുന്നത്, തന്നെ പലതവണ ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായ നടപടി തൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുന്നത്. ഏത് കേസിലാണ് അല്ലെങ്കിൽ ഏതിൻ്റെ പേരിലാണ് ഇത് ചാർജ് ഷീറ്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് പോലീസിന് വ്യക്തമായ മറുപടിയില്ല. അപകീർത്തിപരമായ കേസ് എന്നൊക്കെയാണ് പറയുന്നത്. തനിക്കെതിരെ ഇങ്ങനെ നിരന്തരം പോലീസ് വേട്ടയാടുന്നു, അതിൽ DGPക്ക് അടക്കം പങ്കുണ്ടെന്നും ഒക്കെ അദ്ദേഹം പറയുന്നു. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കേരളത്തിലുണ്ട്. കാരണം ഒന്ന്, ഗവൺമെൻറ്റിനെതിരെ, ഗവൺമെൻറ് അനീതികൾക്കെതിരെ, ഗവൺമെൻറ് പക്ഷപാതപരമായിട്ടുള്ള നിലപാടുകൾക്കെതിരെ ഒക്കെ അതിശക്തമായിട്ട് ഇടപെടുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് മറുനാടൻ മലയാളി. ഇപ്പോൾ ഷാജൻ സ്കറിയാണ് അതിൻ്റെ തലച്ചോറെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിന് അദ്ദേഹത്തിനെതിരെ എപ്പോഴൊക്കെ പ്രതികരിക്കാനായിട്ട് പറ്റുമോ ആ സമയത്ത് പ്രതികരിക്കാനായിട്ട് തയ്യാറാവും. അത് ഷാജൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം ഷാജൻ ചെയ്യുന്നത് വാക്കുകൊണ്ടാണ് എങ്കിൽ സർക്കാരിനെ നിയമപരമായിട്ടായിരിക്കും അതുപോലെ അതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഷാജൻ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് കഴിയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന വാർത്ത എന്ന് പറയുന്നത് മാഹിയിലേതോ അതെ ഒരു വ്യക്തി കൊടുത്ത പരാതിയുടെ പേരിലാണ്. ആ പരാതി അപകീർത്തികരമായിട്ടുള്ള രീതിയിൽ വാർത്ത കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ വാർത്തകൾ വന്നാൽ സ്വാഭാവികമായിട്ടും കേസുണ്ടാവാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. ഇത് രണ്ടും ഒരേപോലെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. വാർത്തകൾ വരുന്നു, വാർത്തകൾക്കൊപ്പം കേസുകൾ വരുന്നു എന്ന് പറയുന്നത്. അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ 79-ാം വകുപ്പ്, IT നിയമത്തിലെ 120-ാം വകുപ്പ്, കേരള പോലീസ് ചട്ടങ്ങളും ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. വിവാദ വ്യവസായി കെൻസ ഷിഹാബിൻ്റെ തട്ടിപ്പിനെ കുറിച്ചായിരുന്നു മറുനാടൻ്റെ വാർത്തകൾ. കോടികൾ കബളിപ്പിച്ച ഷിഹാബിനെതിരെ കേരള പോലീസിൻ്റെ ലുക്കൌട്ട് നോട്ടീസ് നിലനിൽക്കുന്നുണ്ട്. വിവാദ വ്യവസായിയുടെ വിശ്വസ്തയായ യുവതി നൽകിയ പരാതിയിൽ FIR ഇട്ട ശേഷം മറുനാടനെ വേട്ടയാടാനുള്ള അവസരമാക്കി മാറ്റിയ സർക്കാരിനും പോലീസിനും കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്നുണ്ടായത്. അതുകൊണ്ടാണ് തനിക്ക് ജാമ്യം കിട്ടിയതെന്നാണ് ഷാജൻ സ്കറിയ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി എന്ന് പറഞ്ഞത് കോടതി നീതിപൂർവമായിട്ട് ഈ കേസ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നു എന്ന് മാത്രമേ നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ. കേസ് വന്ന് കേസിൻ്റെ ന്യായാന്യായങ്ങളെല്ലാം ചർച്ച ചെയ്ത് അതിൻ്റെ വാദപ്രതിവാദങ്ങളെല്ലാം കഴിഞ്ഞ് കേസ് വിധി പ്രസ്താവിക്കുന്ന സമയത്ത് മാത്രമാണ് എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് ഷാജൻ സ്കറിയക്കെതിരെയായിട്ടുള്ള ഇത്തരം പോലീസ് നടപടികൾ അത് പൊതുസമൂഹം എന്ന് പറയുന്ന അത്ര താല്പര്യത്തോടുകൂടി കാണുന്ന കാര്യമല്ല. കാരണം ജനങ്ങളെപ്പോഴും വിമർശകർക്കൊപ്പമാണ് നിൽക്കുന്നത്. സർക്കാർ എന്ന് പറയുന്ന ഒരു അധികാര സ്തംഭമാണ്. ആ അധികാര സ്തംഭത്തിനെതിരെ ആരൊക്കെ വിമർശനം നടത്തുന്നു, അങ്ങനെ വിമർശനം നടത്തുന്നവർക്കെതിരെ സർക്കാരും അതേപോലെ തന്നെ പോലീസും നടപടികളെടുക്കുമ്പോൾ ജനങ്ങളുടെ ഒരു പൾസ് എന്ന് പറയുന്നത് ഈ ക്രിട്ടിക്കിൻ്റെ കൂടെ ആയിരിക്കും, വിമർശകൻ്റെ കൂടെ ആയിരിക്കും. അതാണ് ഷാജൻ സ്കറിയയ്ക്ക് എപ്പോഴും കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു മാൻഡേറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പോലും വളരെ കർശനമായിട്ട് സർക്കാരിനെ വിമർശിക്കുന്നവരാണ്. ABC എന്ന് പറയുന്നത് സർക്കാരിനെതിരെ വിമർശിക്കുന്ന, സർക്കാരിൻ്റെ പുകഴ്ത്തുപാട്ടുകാരല്ല, സർക്കാരിനെ കർശനമായിട്ട് വിമർശിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരേക്ക് വാർത്ത കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കെതിരെ കേസ് വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന് തീർച്ചയായിട്ടും ഇതിനിടയ്ക്ക് ഒരു പരിശോധന നല്ലതാണ്. അപകീർത്തികരമായ രീതിയിൽ ഉള്ള പ്രയോഗങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കുക എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വിമർശിക്കാം, പക്ഷേ നമ്മളുടെ വിമർശനം എന്ന് പറയുന്നത് നിയന്ത്രണ രേഖക്കകത്ത് നിന്നുകൊണ്ടായിരിക്കണം. പുറത്തേക്ക് ഇപ്പോൾ ചാടുന്നു, ആ സമയത്ത് നമുക്ക് കേസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എത്രയും ശക്തമായിട്ടുള്ള വിമർശിക്കുന്നത്, പക്ഷേ എങ്കിലും കേസ് എന്ന് പറയുന്നതിലേക്ക് അത് കടന്നു ചെല്ലുകയോ നമ്മൾക്ക് എതിരെ കേസ് വരികയോ നമ്മളാരെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഷാജൻ സ്കറിയ ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിമർശനം, അദ്ദേഹത്തിൻ്റെ വിമർശനം എന്ന് പറയുന്നത് വളരെ സ്വീകാര്യമാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ആരെയും വിമർശിക്കാൻ പറ്റുന്ന ഒരു കരുത്ത് അദ്ദേഹം നേടിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ സ്ഥലത്തും ആവശ്യത്തിന് വാർത്തകൾ പെറുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ നിരന്തരമായി നടക്കുകയും അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും വാർത്തകൾ അദ്ദേഹം ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാർത്തകൾ അദ്ദേഹത്തിന് തേടി ചെല്ലുന്നുണ്ട്. ഈ രണ്ട് സാധ്യതകൾ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളരെ സജീവമായിട്ട് കേരളത്തിൽ നിൽക്കുകയും അത് സർക്കാരിനെതിരെയുള്ള ഒരു വിമർശന സംവിധാനമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആ സംവിധാനം നിലനിൽക്കേണ്ടതും
അതേപോലെ തന്നെ മുന്നോട്ട് പോകേണ്ടതും ഒക്കെ പൊതുസമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. പക്ഷേ ആ പൊതുസമൂഹം തന്നെ ചില സമയത്ത് ചോദിക്കും, ഇങ്ങനെയൊക്കെ ആകാമോ, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാമോ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ശരിയാണോ? ആ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡീസൻസി അത് തീർച്ചയായിട്ടും എല്ലാ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട് സമൂഹം. അല്ലാണ്ട് ചീത്ത പറയാൻ, നമുക്ക് ചീത്ത പറയാൻ വേണ്ടിയിട്ട് ഒരു മാധ്യമമാകുന്നതിൽ ഒരു കഥയുമില്ല. ചീത്ത പറയുകയല്ല ചെയ്യുന്നത്. നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് നിൽക്കുന്ന സമയത്ത് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള തെറ്റായിട്ടുള്ള നടപടിക്രമങ്ങളെ വിമർശിക്കുകയും അത് തിരുത്താൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ വി ആക്ച്വലി വാണ്ട് ടു ബിക്കം എ കറക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ എല്ലാത്തിനും തിരുത്തുന്ന ഒരു ശക്തിയായിട്ട് മാറിത്തീരുക എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. നമ്മളിപ്പോൾ ജനാധിപത്യത്തിൻ്റെ 4ാം തൂൺ എന്നാണ് നമ്മൾ മാധ്യമങ്ങളെ എപ്പോഴും വിശേഷിപ്പിക്കുന്നത്. ഈ 4ാം തൂൺ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഇത് മൂന്നും ജീർണിക്കുകയും അതേപോലെ തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് ഈ 4ാം തൂണിൻ്റെ പ്രസക്തി വളരെയധികം വർദ്ധിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെ കൂടുതലാകുമ്പോൾ നമ്മളുടെ ഒരു ചുമതലയും നമ്മളുടെ ഉത്തരവാദിത്വവും കുറേ കൂടി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് നമുക്ക് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ സമൂഹത്തെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും. അക്കാര്യത്തിൽ തർക്കമില്ല. ഷാജൻ സ്കറിയ ആടെ ബഹുഭൂരിപക്ഷം വീഡിയോകളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ സൊസൈറ്റി കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നടക്കുന്ന വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനത്തിൻ്റെ ഒരു സംവിധാനമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് പാളുകളും അങ്ങനെയുള്ള ആ പാളിച്ചകളിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്പേസ് പോലീസിന് ഇടപെടാനായിട്ട് ലഭ്യമാകുന്നത്. അത് ഒഴിവാക്കുന്നതാണ് ചാനൽ എന്ന നിലയ്ക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ മറുനാടൻ മലയാളിക്ക് ചെയ്യാവുന്ന ഒരു നല്ല കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പൊതുവേ ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ, ഇപ്പോൾ ABC അടക്കമുള്ള മാധ്യമങ്ങൾ പലപ്പോഴും ഈ മെയിൻ ചാനലുകൾ, സാറ്റലൈറ്റ് ചാനലുകൾ മറച്ചു വയ്ക്കുന്ന വാർത്തകൾ പോലും നമ്മൾ പുറത്തുവിടും. സ്വാഭാവികം നമുക്ക് ആരെയും ഭയക്കേണ്ടതില്ല. കാരണം പരസ്യങ്ങളോ ഒന്നും വാങ്ങുന്നില്ല. മറ്റ് സാറ്റലൈറ്റ് ചാനലുകൾ വലിയ പരസ്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കെതിരെ വാർത്തകൾ ചെയ്യാൻ അവർക്ക് കഴിയില്ല. അതുമാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും വന്നാൽ പോലും അവർ പരസ്യത്തിൻ്റെ എമൗണ്ട് കൂട്ടുകയും അത് വാർത്ത മറച്ചു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ, ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ എല്ലാ ചാനലുകളും, ഓൺലൈൻ ചാനലുകൾ മുഴുവൻ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരെയൊക്കെ വാർത്തകൾ നൽകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഷാജൻ സ്കറിയ മാത്രം ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ എല്ലാവരുടെയും ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു അതിനുള്ള ഒരു സ്പേസ് ഷാജൻ സ്കറിയയുടെ വീഡിയോകളിൽ തന്നെ ലഭ്യമാകുന്നുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ ആക്രമിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയില്ല. ശരിയാണോ ഷാജൻ സ്കറിയ പറയുന്ന ഒരു വാക്ക്, അദ്ദേഹത്തെ വേട്ടയാടെന്ന് പറഞ്ഞാൽ ഏത് പ്രേക്ഷകനും അതാണ് ശരിയെന്നേ കരുതുകയുള്ളൂ. പക്ഷേ ഞാനതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം, ഈ ഡിഫാമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 4th എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. അപ്പോൾ നമ്മൾ ഡിഫാമേറ്ററി ആയിട്ടുള്ള സാധനങ്ങൾ പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ തന്നെ യൂട്യൂബ് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ചില വാക്കുകളൊക്കെ വരുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് കളയാറുണ്ട്. എന്നുവെച്ചാൽ അതിൽ ഒരു സെൽഫ് മെക്കാനിസം അതിനകത്ത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ആ സെൽഫ് മെക്കാനിസം നമ്മളും യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം പോകാം, എന്തെല്ലാം ഭാഷകൾ ഉപയോഗിക്കാം, ഭാഷയുടെ വാക്കുകൾ പോലും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അത് കാരണം ഈ വിമർശനം ഉണ്ടാകുമ്പോൾ നമ്മൾ ആരെങ്കിലും വിമർശിച്ചാൽ തീർച്ചയായിട്ടും അത് ശത്രുക്കളെ നിർമ്മിക്കുന്ന പ്രക്രിയയാണ്, ആരോഗ്യപരമായ വിമർശനമാണ്. അപ്പോൾ എൻ്റെയൊക്കെ കാര്യത്തിൽ ഞാൻ എത്രയോ ശക്തമായിട്ട് എഴുതുന്ന ഒരാളാണ്, അതിശക്തമായിട്ട് സർക്കാരിനെ വിമർശിക്കുന്ന ഒരാളാണ്, പിണറായി വിജയനെ വിമർശിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ മകൾ ചെയ്തിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഒരിക്കലും അതിരുവിട്ട ഭാഷ ആകാറില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ആകരുതെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, വിമർശനത്തിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് ആളുകളെ വ്യക്തിപരമായിട്ട് ഹറാസ് ചെയ്യലാകരുത്. അതിന് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് വിമർശിക്കുന്നത് അത് കറക്റ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. പിണറായി വിജയനെ നമ്മൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കറക്റ്റ് ചെയ്യപ്പെടണം, മുഖ്യമന്ത്രി കറക്റ്റ് ചെയ്യപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ്. ആ ആഗ്രഹം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് ഫലപ്രദമായി തീരണേ. കാരണം വിമർശനം ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. നമ്മൾ നേരിട്ടും ചിലപ്പോൾ സംസാരിക്കാറുണ്ട്, അല്ലാതെയും സംസാരിക്കാറുണ്ട്. വിമർശനത്തെ ആരും അംഗീകരിച്ചായിട്ട് എനിക്ക് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തെളിവുമില്ല എന്നുള്ളതാണ്. അവർക്കത് ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞതിൻ്റെ. വിമർശിച്ചോളൂ എന്നൊക്കെ പലരും പറയും. പക്ഷേ വിമർശനം കയറ്റി കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ അതൊരു മുറിവായി കിടക്കുകയാണ് ചെയ്യുന്നത്. ആ മുറിവ് ഈ പറഞ്ഞവരെ ഷാജൻ സ്കറിയ പറഞ്ഞതുപോലെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ധനമായിട്ട് മാറിത്തീരാമെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ
നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പരിധികൾ ലംഘിച്ചുകൊണ്ട് വിമർശനം നടത്താനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നതിനെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലാകാൻ പാടില്ല എന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷേ അതൊരിക്കലും മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള വിമർശനമാകരുത് എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ ഈ ഭാഷ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ മുറിവേൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഭാഷ നമ്മൾ ഉപയോഗിക്കുക, എന്നിട്ട് മോശമായിട്ടുള്ള ഭാഷ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ എങ്ങനെയാണ് മുറിവേൽപ്പിക്കാതെ വിമർശിക്കുന്നതെന്ന് വേണമെങ്കിൽ തിരിച്ച് നമ്മൾ ചോദ്യം ചോദിക്കാവുന്നതാണ്. നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റിൽ എടുത്താൽ മാത്രമാണ് നമ്മൾ പറയുന്നത് പോലും ആളുകൾക്ക് സ്വീകാര്യമായി തീരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.